ടോമീസ് ഫിഷ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രധാന വിഷ്വൽസും ആണ്. അതായത് നമ്മുടെ കടയിൽ മീൻ വരുന്നതും മീൻ വാങ്ങാനായിട്ട് ആളുകൾ വരുന്നതും ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ട് സാധാരണഗതിയിലുള്ള മീൻ കച്ചവടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെങ്കിൽ എനിക്കൊരു കാര്യം ഷുവറാണ്, ഈ കാണുന്ന പോലത്തെ ഒരു കച്ചവട രീതി നിങ്ങൾ വേറെ ഒരിടത്തും കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ സമയം ആളുകൾക്ക് മീൻ വിൽക്കുന്നതിനോടൊപ്പം തന്നെ ആ സെയിം ടൈമിൽ തന്നെ നമ്മൾ പല ആളുകളുടെ കയ്യിൽ നിന്നും മീനും ചെമ്മീനും ഞണ്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിന് 5:30 മുതലുള്ള വിഷ്വൽസ് ആണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ സീൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ രാത്രി എന്താണ് കച്ചവടം നടത്തുന്നത്. പക്ഷെ രാത്രി അല്ലട്ടോ, ഇത് വെളുപ്പിന് 5 മണി മുതലുള്ള വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. അതിന്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിലാണ് നമ്മുടെ ചേട്ടന്മാർ മീൻ പിടിക്കാനായിട്ട് പുഴയിലും കടലിലൊക്കെ പോകാറുള്ളത് കൂടുതൽ. അതുകൂടാതെ തന്നെ നമ്മളുടെ ഇതിന് മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതലും വെളുപ്പിന് സമയം നടത്തുന്നതെന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള കച്ചവടമാണ്. അതായത് ഇവിടെ നിന്നും പല സ്ഥലങ്ങളിലോട്ടും ആളുകൾ മീൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് കച്ചവടം നടത്താറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി സമയങ്ങളിലാണ് ആളുകൾ മീൻ പിടിക്കാനായിട്ട് പോകാറുള്ളത് പുഴയിലും കടലിലൊക്കെ. അപ്പോൾ അത് പിടിച്ചതിന് ശേഷം നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരും. അത് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മാന്യമായ ഒരു വില നൽകിയിട്ട് വാങ്ങിയിട്ട് വളരെ ചെറിയൊരു മാർജിൻ ഈടാക്കിയിട്ടാണ് ഈ കാണുന്ന പോലത്തെ കച്ചവടം ചെയ്യുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും നമ്മൾ വിൽക്കാറുള്ളത്. അതായത് അവർ ബൾക്കായിട്ട് മീനൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ സാധാരണ റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്നതിന്റെ പകുതി മാർജിനാണ് നമ്മൾ ഈടാക്കാറുള്ളത്. ആ ഒരു കച്ചവട രീതി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. 1 കിലോ ചാള, 2 കിലോ ചെമ്മീൻ ചൂടാൻ, 2 കിലോ ചൂടൻ ചെമ്മീൻ മിനി, ചെറിയ ഞണ്ട് 1 കിലോ. ഇതൊന്നേ 100 ചൂടൻ മതിയാ. ഒരു 2.5 കിലോ വേളൂരി പുഷ്പ, 600 ഭൂമി കുഞ്ഞോളട്ടാ. കുഞ്ഞോട് പറഞ്ഞാ കുഞ്ഞോട് 100 1 കിലോ മതിയാ. 1 കിലോ ആയി കൊടുക്ക്. 20 കിലോ മതി. അത് ആരും തരണൂടാ. തിരുത നാടൻ തിരുത. ചാവാത്തകളഞ്ഞ് ചൂണ്ടക്കളഞ്ഞ് അപ്പതേ നമ്മുടെ ചാക്കോച്ചേട്ടൻ രാവിലെ തന്നെ, അതായത് ഒരു ഏകദേശം ഒരു 6:30 സമയമായപ്പോൾ മീൻ വെട്ടാനായിട്ട് എത്തിയിട്ടുണ്ട്. സീതം ചേച്ചി അതിനോടകം തന്നെ മീൻ വെട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കച്ചവടക്കാരെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കുറേ പേരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഇനി മുതലാട്ടോ നമ്മുടെ റീറ്റെയിൽ കച്ചവടം ഒഫീഷ്യലായിട്ട് തുടങ്ങുന്നത്. എന്തോരാണ് കേട്ടോ, നല്ല അടിപൊളി ചൂടൻ മീനാണ് നമ്മുടെ പാഞ്ചുബാബിൻ്റെ കയ്യിലുള്ളത്. അത് കൂടാതെ തന്നെ ഈ കാണുന്നത് നല്ല കണമ്പ് പ്രായലൊക്കെ ഉണ്ട്. ചീനവലക്കാരുടെ മീനാണ് ഈ കാണുന്നതെല്ലാം. അങ്ങനെ ഒരു 7 മണി സമയമായപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കടകളിലേക്ക്, അതായത് നമുക്ക് 4 ബ്രാഞ്ചസ് ഉണ്ട്, ആ കടകളിലോട്ട് എല്ലാവരും മീൻ എത്തിക്കാനായിട്ടുള്ള നമ്മുടെ തന്നെ വണ്ടിയാണ് ഈ കാണുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് വിൽക്കാനുള്ള മീനൊക്കെ ഈ കാണുന്ന വണ്ടിയിലായിട്ട്, അതായത് ബോക്സുകളിലാക്കിയിട്ട് മീനൊക്കെ ഫില്ലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടന്മാർ ജോലിക്കായിട്ട് പോകുന്നതിന് മുൻപേ വീട്ടിലോട്ട് മീൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ടല്ലോ. ഇനി കുറച്ച് നേരത്തേക്ക് അവരുടെ കച്ചവടമായിരിക്കും കേട്ടോ. ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ടും, അതായത് മീനില്ലാതെ ചോറ് ഇറങ്ങാത്തവരുടെ നാടാണ്. അപ്പോൾ അവർക്കായിട്ട് നിറച്ച് വെച്ചേക്കുന്ന നമ്മുടെ മീൻ തട്ടാണ്ട് ഈ കാണുന്നത് എല്ലാവരും. അപ്പോൾ അതിനോടെ തന്നെ നമ്മുടെ സീതം ചേച്ചി കരിമീൻ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നത്, ആ കരിമീനാണ് നമ്മുടെ സീതം ചേച്ചി ഈ വെട്ടി കൊടുക്കണതൊക്കെ.
ഇത് കണ്ട 2300 തൂക്കമുള്ള ഒരു തിരണ്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം കേട്ടോ ഇതുപോലെ ഒരു തിരണ്ടി നമുക്ക് കിട്ടാറുള്ളത്. നമുക്ക് 100-110 തിരണ്ടി കിട്ടാറുണ്ടെങ്കിലും ഈയിടെയായിട്ട് അങ്ങനെയൊന്നും കിട്ടാറില്ല. അത് അതിനൊരു സീസൺ ഉണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു തിരണ്ടി കിട്ടിയിട്ടുണ്ട്. 2300 തൂക്കം ഈ ഒരു തിരണ്ടിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമുക്ക് ഞാനിത് കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഇത് നമ്മൾ മാറ്റി വെച്ചായിരുന്നു. ഈ കാണുന്ന ചെമ്മീനൊന്നും തന്നെ ചത്തിട്ടില്ല കേട്ടോ. അതായത് ജീവനുള്ള ചെമ്മീനാണ് ഈ കാണുന്നതെല്ലാം. കൂടുതലായിട്ടും നമ്മളുടെ ഇവിടങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ അച്ചാറിടാനായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഈ ചൂടൻ ചെമ്മീനാണ്. അതായത് 160 മുതൽ 180, 200, 220 വരെ ചെമ്മീൻ ഉണ്ടായിരുന്നു വലിപ്പം അനുസരിച്ചിട്ടാണ്. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചേട്ടൻ പിടിച്ചിടുന്ന ഞണ്ടുകളാണ്. അപ്പോൾ അത് തിരിഞ്ഞ് മാറ്റിയിട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി വേറെയും നമുക്ക് സാധാരണ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള ഞണ്ടുകൾ വേറെയായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഇത് ഈ കാണുന്നത് പറഞ്ഞാൽ 2 തിരുത നമ്മുടെ ഇവിടങ്ങളിൽ തന്നെ ഉള്ള ഒരു ചീനവലയിൽ കിട്ടിയ തിരുതയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കിലോയ്ക്കുള്ള വില എന്ന് പറഞ്ഞാൽ 660 രൂപയ്ക്കാണ് നമ്മൾ വിറ്റത്. അതായത് ഓരോന്നിനും 1,400, 1,500 അങ്ങനെ തൂക്കം വരുന്ന ഓരോ തിരുതകളാണ് ഈ കാണുന്നതെല്ലാം. ഈ കാണുന്നത് പറഞ്ഞാൽ കെട്ടിൽ വളർത്തി വലുതാക്കുന്ന പിലോപ്പികളാണ്, തിലാപ്പിയ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ ആ പിലോപ്പി വാങ്ങിച്ചിട്ട് ഒരു 3-4 ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മുടെ ചാക്കച്ചേനെ കൊണ്ടാണ് ക്ലീൻ ചെയ്യിക്കുന്നത്. ഈ കാണുന്ന പോലെ കരിമീനൊക്കെ ചെത്തിയെടുക്കുന്ന പോലെ ഉണ്ട്. അതായത് കരിമീനിലേക്ക് ചെതുമ്പിൽ ചെത്തിയെടുക്കില്ല. അതേപോലെ തന്നെയാണ് പിലോപ്പിയുടെയും ചെതുമ്പിൽ ചെത്തിയെടുത്തിട്ട് വൃത്തിയാക്കുന്നത്. ചിലർക്ക് കരിമീനും പിലോപ്പിയും മാറിപ്പോകാറുണ്ട്. നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന് തന്നെ ചേട്ടാ ഈ പിലോപ്പിനെ കാണിച്ചിട്ട് ഈ കരിമീൻ എത്രയാണ് വില എന്നൊക്കെ ചോദിച്ച് പലപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ തപ്പലുകാരുടെ കരിമീനാണ് ഈ കാണുന്നത്. അതായത് വെള്ളവലിക്കാർ കുരുത്തോലെ കാണിച്ച് പേടിപ്പിച്ചിട്ട് മീൻ തപ്പിപ്പിടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ. അങ്ങനെ പിടിച്ചിട്ട് വരുന്ന കുറച്ച് കരിമീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന കരിമീൻ ഞങ്ങൾ വിൽക്കുന്നതിലാന്ന് പറഞ്ഞാൽ 600 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ വിജിച്ചേട്ടൻ ഒരു ഞണ്ടിനെ 2 ഞണ്ടിനെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഉച്ച സമയമായപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യണ്ട. വിജിച്ചേട്ടൻ പിടിച്ചിട്ട് വന്ന ഞണ്ടെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി ഞണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കാലിന് വലുപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞണ്ടിൻ്റെ വിലയിൽ കുറച്ച് വ്യത്യാസം വരും. എന്തായാലും ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ഞണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണേ. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ഇതുവരെ നമ്മുടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക് യു സോ മച്ച്.